ഇതൊരു വലിയ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഞങ്ങളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്നും എന്തിനു വേണ്ടിയാണ് പോരാടുന്നതെന്നും എല്ലാവർക്കും അറിയാം. ഡെർബി ജയിക്കാനായില്ലെങ്കിലും ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ പോയ രാവ് ഞങ്ങൾക്ക് നൽകി. ആർസനലിനെതിരായ മത്സരത്തിന് ശേഷം ചെൽസി നായകൻ റീസ് ജെയിംസിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. പ്രീമിയർ ലീഗിലെ ഗ്ലാമറസ് പോരാട്ടമായ ലണ്ടൻ ഡെർബിക്ക് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ സ്റ്റാർട്ടിംഗ് വിസിൽ മുഴങ്ങുമ്പോൾ ഒരു യൂറോപ്യൻ ബലാബലമാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. നിലവിൽ മികച്ച ഫോമിൽ കളിക്കുന്ന രണ്ട് ടീമുകൾ. ബയേണിന്റെ ജൈത്രയാത്ര അവസാനിപ്പിച്ചാണ് ഗണ്ണേഴ്സ് നാട്ടങ്കത്തിനെത്തിയതെങ്കിൽ ബാഴ്സയ്ക്കെതിരായ ആധികാരിക ജയം നൽകിയ ആത്മവിശ്വാസത്തിലാണ് സ്വന്തം തട്ടകത്തിൽ ബ്ലൂസ് ഇറങ്ങിയത്. അടിയും തിരിച്ചടിയും കൊമ്പുകൊർക്കലും ചുവപ്പുകാടുമെല്ലാം കണ്ട സംഭവബഹുലമായ 90 മിനിറ്റുകൾ. ആദ്യ മിനിറ്റ് മുതൽ റഫറി ആന്റണി ടെയ്ലർ അവസാന വിസിൽ മുഴക്കുന്നതുവരെയും ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കാതെയുള്ള പ്രത്യാക്രമണങ്ങൾക്കാണ് മൈതാനം സാക്ഷ്യം വഹിച്ചത്. മോയിസസ് കൈസേഡോ എന്ന ക്രൈസിസ് മാനേജർ റെഡ് കാർഡിൽ കളം വിട്ടതോടെ രണ്ടാം പകുതിയിൽ 10 പേരുമായി ചുരുങ്ങിയിട്ടും ഗണ്ണേഴ്സിനെതിരെ അടങ്ങാത്ത പോരാട്ടവീര്യം പുറത്തെടുത്ത മരസ്കയുടെ കളിക്കൂട്ടം ഇന്നലെ കളത്തിൽ ഒരുപടി മുന്നിലായിരുന്നു. ബയേണിനെതിരായ ചാമ്പ്യൻസ് ലീഗ് വിജയിച്ച സംഘത്തിൽ ചില സുപ്രധാന മാറ്റങ്ങളുമായാണ് മിക്കേൽ ആർട്ടറ്റ ടീമിനെ വിന്യസിച്ചത്. പോയ മത്സരത്തിൽ നിന്നും വ്യത്യസ്തമായി 4-3-3 എന്ന ഫോർമേഷനിലായിരുന്നു കോച്ച് വിശ്വാസം അർപ്പിച്ചത്. പ്രതിരോധത്തിൽ വില്യം സലീബയുടെ അസാന്നിധ്യമായിരുന്നു ഏറ്റവും പ്രധാനം. പരിക്കിൻ്റെ പിടിയിലുള്ള താരത്തെ വെച്ച് റിസ്ക് എടുക്കാൻ കോച്ച് തയ്യാറായില്ല. ക്രിസ്ത്യൻ മൊസ്കേരയ്ക്കൊപ്പം യുവതാരം പിയറോ ഹിൻകാപ്പിയായിരുന്നു ഡിഫൻസീവ് ഡ്യൂട്ടിയിലേക്ക് നിയോഗിക്കപ്പെട്ടത്. 162 മത്സരങ്ങൾക്കിടയിൽ ഇത് രണ്ടാം തവണയാണ് സലിബയോ ഗബ്രിയോലോ ഇല്ലാതെ ഗണ്ണേഴ്സ് കളിക്കാൻ ഇറങ്ങുന്നത്. ലിയാൻഡ്രോ ട്രോസാർഡിന് പകരം മാർട്ടിനെല്ലിയും ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ ലൂയിസ് കെല്ലിക്ക് പകരം റിക്കാർഡോ കലഫിയോരയും ഫസ്റ്റ് ഇലവനിലേക്ക് എത്തി. മറുഭാഗത്ത് ബാഴ്സയ്ക്കെതിരെ വിശ്വാസം കാത്ത വെസ്ലി ഫൊഫാന, ട്രാവോ ചലബ കൂട്ടുകെട്ടായിരുന്നു ചെൽസിയുടെ പ്രതിരോധ നിരയിൽ. കറ്റാലന്മാരെ തകർത്ത 4-2-3-1 ശൈലി തന്നെയായിരുന്നു എൻസോ മരസ്ക വിശ്വാസം അർപ്പിച്ചത്. സ്ട്രൈക്കർ റോളിലേക്ക് ജാവോ പെഡ്രോ മടങ്ങിയെത്തിയപ്പോൾ അലക്സാൻഡ്രോ ഗർനാച്ചോ ബെഞ്ചിലേക്ക് മാറ്റപ്പെട്ടു. കളി ആരംഭിച്ച് 5-ാം മിനിറ്റിൽ തന്നെ റഫറി ആന്റണി ടെയ്ലർ ആർസനൽ താരം സുബിമെൻഡിക്കെതിരെ മഞ്ഞക്കാർഡ് പുറത്തെടുത്തു. അതൊരു സൂചനയായിരുന്നു. പന്തു വരുതിയിലാക്കാനുള്ള പോരാട്ടം കടുക്കുമെന്ന കൃത്യമായ മുന്നറിയിപ്പ്. 11-ാം മിനിറ്റിൽ ബുക്കായോ സാക്കയെ ഫൗൾ ചെയ്തതിന് മാർക്ക് കുക്കുറയെയും റഫറിയുടെ ബുക്കിങ്ങിനിരയായി. എസ്താവോ വില്യനിലൂടെയും പെഡ്രോ നെറ്റോയിലൂടെയും ചെൽസിയും ബുക്കായോ സാക്ക മെറീനോ നീക്കത്തിലൂടെ ആർസനലും ഫൈനൽ തേർഡിലേക്ക് ഇരമ്പിയെത്തിയതോടെ കളിക്ക് ചൂടുപിടിച്ചു തുടങ്ങി. 38-ാം മിനിറ്റിൽ കളിയുടെ ഗതി മാറ്റിയ റെഡ് കാർഡ് ഇൻസിഡന്റ് വന്നെത്തി. മെറീനോയിൽ നിന്ന് പന്ത് റിക്കവർ ചെയ്യാനുള്ള ചെൽസി താരം കൈസേഡോയുടെ ശ്രമം പാളി. പന്തിലേക്ക് ചാർജ് ചെയ്ത താരത്തിന്റെ ബൂട്ട് നേരെ ചെന്ന് പതിച്ചത് മെറീനോയുടെ ആംഗിളിൽ. സംഭവത്തിൽ ആദ്യം മഞ്ഞക്കാർഡാണ് റഫറി നൽകിയതെങ്കിലും മാരകമായ ഫൗളാണെന്ന് വാർ പരിശോധനയിൽ വ്യക്തമായതോടെ ചെൽസിയുടെ സുപ്രധാന താരത്തിനെതിരെ ഡയറക്റ്റ് റെഡ് കാർഡ്. 130 പ്രീമിയർ ലീഗ് മത്സരങ്ങൾക്കിടെ കൈസേഡോ വാങ്ങുന്ന ആദ്യ ചുവപ്പ് കാർഡ്. പിറകിൽ ചെലബ മെറീനോയെ കവർ ചെയ്തു നിൽക്കെ അനാവശ്യ ഫൗളാണ് ഇക്വഡോറിയൻ യുവതാരത്തിൽ നിന്നും ഉണ്ടായത്. എന്നാൽ റഫറിയുടെ തീരുമാനത്തിനെതിരെ മത്സരശേഷം എൻസോ മരസ്ക രംഗത്തെത്തി. റെഡ് കാർഡ് ഡിസിഷൻ എപ്പോഴും ഒന്നു തന്നെ ആയിരിക്കണം. കഴിഞ്ഞ മത്സരത്തിൽ റീസ് ജെയിംസിനെതിരെ ടോട്ടനം താരം ബെൻഡാഗർ സമാനമായ ഫൗൾ ചെയ്തപ്പോൾ റഫറി പരിഗണിച്ചിരുന്നില്ല. അത് റെഡ് കാർഡ് ആവാതിരിക്കുകയും ഇതാവുകയും ചെയ്യുന്നതിലെ കാരണം എന്താണെന്ന് മനസ്സിലാകുന്നില്ല, ചെൽസി കോച്ച് പറഞ്ഞു. 10 പേരുമായി ചുരുങ്ങിയെങ്കിലും രണ്ടാം പകുതിയിൽ ആക്രമിക്കാനായിരുന്നു ചെൽസിയുടെ പദ്ധതി. തുടക്കത്തിൽ തന്നെ എസ്താവോലിനെ പിൻവലിച്ച് ഗർനാച്ചോയെ കളത്തിലിറക്കി. മഞ്ഞക്കാർഡിൽ നിൽക്കുന്ന കലഫിയോരിയെ മാറ്റി ലൂയിസ് കില്ലിയെ ഗണ്ണേഴ്സും എത്തിച്ചു. ഒടുവിൽ 48-ാം മിനിറ്റിൽ സ്റ്റാൻഫോർഡ് ബ്രിഡ്ജ് കാത്തിരുന്ന നിമിഷമെത്തി. റീസ് ജെയിംസിന്റെ കോർണർ കിക്ക് ഫ്ലിക്കിംഗ് ഹെഡറിലൂടെ പോസ്റ്റിലേക്ക് കുത്തിയിറക്കി ചലബയുടെ ഒരു മാസ്റ്റർ ക്ലാസ് ഗോൾ. സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിലെ നീല പൊതിച്ച ഗാലറി അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിച്ചു. 10 പേരുമായി ചുരുങ്ങിയിട്ടും അറ്റാക്ക് ചെയ്ത് കളിക്കാനുള്ള ചെൽസിയുടെ ടാറ്റിക്സിന് ലഭിച്ച റിവാർഡായിരുന്നു ആ ഗോൾ. സീസണിൽ കോർണറിലൂടെ നേടുന്ന 7ാമത്തെ ഗോൾ. സെറ്റ് പീസ് ഗോളിന്റെ വക്താക്കളായ ആർസനലിന് അതേ നാണയത്തിലുള്ള കൃത്യമായ മറുപടി കൂടിയായിരുന്നു അത്. ഗോൾ വീണിട്ടും ഗെയിം പ്ലാനിൽ മാറ്റം വരുത്താൻ മറസ്കയും സംഘവും ഒരുക്കമായിരുന്നില്ല. കൗണ്ടർ അറ്റാക്കിലൂടെ ഗണ്ണേഴ്സിനെ വെറുപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇതിനിടെ ജാവോ പെഡ്രോയെ പിൻവലിച്ച് സ്ട്രൈക്കർ ലിയാം ഡെലാപ്പിനെയും കൊണ്ടുവന്നു. മറുഭാഗത്ത് എന്ത് വില കൊടുത്തും തിരിച്ചടിക്കാൻ ഗണ്ണേഴ്സും തങ്ങന്തരങ്ങൾ മാറ്റി പരീക്ഷിച്ചു. മാർട്ടിനെ പിൻവലിച്ച് നോനി മദ്വേക്കയെയും സുബിമെൻഡിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാർട്ടിൻ ഒഡഗാർഡിനെയും കളത്തിലിറക്കി. ഈ മാറ്റങ്ങൾ ഗണ്ണേഴ്സ് നിരയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് തൊട്ടടുത്ത മിനിറ്റിൽ കണ്ടത്. 58-ാം മിനിറ്റിൽ ബുക്കായോ സാക്ക ബോക്സിലേക്ക് നൽകിയ ക്രോസിൽ തലവെച്ച് മിക്കേൽ മെറീനോ സന്ദർശകർക്കായി ക്രൂഷ്യൽ സമനില നേടിക്കൊടുത്തു. നിർണായക സമയങ്ങളിൽ ടീമിനായി അവതരിക്കാറുള്ള സ്പാനിഷുകാരൻ ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല. അടിയും തിരിച്ചടിയുമായി ലണ്ടൻ ഡെർബി ആവേശകരമായ അവസാന അരമണിക്കൂറിലേക്ക് നീണ്ടു. വിജയം മാത്രം ലക്ഷ്യമിട്ട് ആർട്ടറ്റ 72-ാം മിനിറ്റിൽ വിക്ടർ യോക്കറസിനെയും മൈതാനത്തേക്ക് പറഞ്ഞയച്ചു. ആവനാഴിയിലെ ഓരോ അസ്ത്രങ്ങളെയും ആർസനൽ പ്രയോഗിക്കുമ്പോഴും അറ്റാക്കിംഗ് ഇൻറ്റന്റിൽ ഒരു ഇഞ്ച് മാറ്റം വരുത്താൻ മരസ്ക തയ്യാറായില്ല. ഒടുവിൽ 10 പേരുമായി പൊരുതി ഗണ്ണേഴ്സിനെതിരെ വിലപ്പെട്ട ഒരു പോയിന്റ് ബ്ലൂസ് പോക്കറ്റിലാക്കി. ഗോൾ നേടിയ ചലവക്കും മിക്കേൽ മെറീനോക്കുമൊപ്പം മത്സരത്തെ അടയാളപ്പെടുത്തിയ മറ്റൊരു താരം ചെൽസി നായകൻ റീസ് ജെയിംസ് ആണ്. സ്ഥിരം റൈറ്റ് ബാക്ക് പൊസിഷനിൽ നിന്നും മാറി മിഡ്ഫീൽഡിൽ ഇറങ്ങിയ ഇംഗ്ലീഷ് താരം അറ്റാക്കിലും പ്രതിരോധത്തിലും ഒരുപോലെ തകർത്ത് കളിച്ചു. ഒരുപക്ഷെ 10 പേരുമായി ചുരുങ്ങിയതിൻ്റെ വെല്ലുവിളി ചെൽസി മറികടന്നതും ജെയിംസിൻ്റെ പ്രകടനത്തിലായിരുന്നു.
ഗോളിന് വഴിയൊരുക്കിയതിന് പിന്നാലെ റീസ് ജെയിംസ് 6 ഗ്രൗണ്ട് ഡ്യുവലുകളും 5 ഏരിയൽ ഡ്യുവലുകളും വിൻ ചെയ്തു. എതിർ പ്രതിരോധത്തെ കീറിമുറിച്ച നിരവധി ലോങ് ബോളുകളാണ് താരം പ്രൊവൈഡ് ചെയ്തത്. അവസാന മിനിറ്റുകളിലടക്കം നിർണായക സേവുകൾ നടത്തി ഗോൾ കീപ്പർ റോബർട്ട് സാഞ്ചോസും വലിയ മത്സരങ്ങളിൽ പുലർത്തുന്ന സ്ഥിരത ആവർത്തിച്ചു. മറുഭാഗത്ത് കുക്കുറേയുടെ ചലഞ്ച് മറികടന്ന ബുക്കായ സാക്ക ചില മിന്നലാട്ടങ്ങൾ കാണിച്ചു. പതിവ് പോലെ ഡെക്ലൻ റൈസ് തന്റെ റോൾ ഭംഗിയാക്കിയപ്പോൾ മധ്യനിരയിൽ കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഗണ്ണേഴ്സിനായില്ല. പ്രതിരോധത്തിൽ ഗബ്രിയേൽ സെരീബോ കോംബോ തിരിച്ചു വരേണ്ടതിന്റെ ആവശ്യകതയും മത്സരം നൽകി. ചെൽസിക്കെതിരെ അവസാനം കളിച്ച 8 പ്രീമിയർ ലീഗ് മത്സരങ്ങളിലും ഗണ്ണേഴ്സ് തോറ്റിട്ടില്ല. ബ്രിഡ്ജിലും അത് കാത്തു സൂക്ഷിക്കാനായത് കിരീട ജൈത്രയാത്രയിൽ ആർട്ടേറ്റയ്ക്കും സംഘത്തിനും കോൺഫിഡൻസ് നൽകുന്നു. 10 പേരുമായി കളിച്ച ചെൽസിക്കെതിരെ ജയിക്കാനായില്ലെങ്കിലും ഓൾ കോമ്പറ്റീഷനുകളിലായി ഈ സീസണിൽ തുടരുന്ന 17 കളികളുടെ അൺബീറ്റൻ റൺ നിലനിർത്താനായതും ആർസനലിൽ പ്രതീക്ഷയേകുന്നു. ക്രിസ്റ്റൽ പാലസിനെ വീഴ്ത്തി മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഇന്നലെ വിലപ്പെട്ട 3 പോയിന്റ് സ്വന്തമാക്കിയിരുന്നു. വെസ്റ്റ് ഹാമിനെതിരെ എതിരില്ലാത്ത 2 ഗോളിന് വിജയിച്ച് ലിവർപൂളും നില മെച്ചപ്പെടുത്തി. ലണ്ടൻ ഡെർബിയിലെ ആവേശ പോരാട്ടത്തിന് ശേഷം 30 പോയിന്റുമായി ആഴ്സണൽ 1-ാം സ്ഥാനത്ത് തുടരുകയാണ്. രണ്ടാമതുള്ള സിറ്റിയുമായി 5 പോയിന്റിന്റെ വ്യത്യാസം. തൊട്ടുപിറകിൽ 3-ാമതായി ചെൽസിയും നിലയുറപ്പിക്കുന്നു. വിന്റർ ബ്രേക്കിന് ശേഷം മത്സരം കടുക്കും. ഇതിലേക്കുള്ള സൂചനകളാണ് ഡെർബിയിൽ നാം കണ്ടത്. കാത്തിരിക്കാം.